നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മീഡിയം സൈസിൽ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല പോലെ സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല പോലെ ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് വെന്ത് വരുമ്പോൾ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് മധുരം കൂടുകയും കുറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർക്കുന്ന സമയത്ത് ഇത് നല്ലോണം കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങണം. അപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കശുവണ്ടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ വറുത്തത് തന്നെ എടുക്കുക. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്നിനി വേവിച്ച് നല്ലപോലെ വറ്റിച്ച് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ഞാൻ തിളപ്പിച്ച പാലൊന്നുമല്ല, നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെയും വേണം എടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം പാലൊക്കെ മിക്സായി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം പാനിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായ മാത്രമേ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇത്രയും ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊന്നാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുകയാണ് ഏറ്റവും നല്ലത്. കാണാനും അതുപോലെ തന്നെ കുട്ടീസിനൊക്കെ കഴിക്കാനും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തോട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഓയിൽ മതി. എന്നിട്ട് നമ്മൾ 1-2 ബോൾസ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ എടുക്കേണ്ട വെച്ചിട്ടാണ് കുറച്ച് ഇതിൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ നെയ്യിന് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. കാരണം ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനി എടുത്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുട്ടീസിനൊക്കെ വൈകുന്നേരം വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.